ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെക്യുവർ കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ചാലക്കുടിയിൽ നിന്ന് സിനി ക്ലെയിംസ് ആണ്. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുക കുറച്ച് അടിപൊളി ചെടികളുടെ ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ചെടികളാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യ അവസാനം കാണുക. അതുപോലെ ഞാൻ കാണിക്കുന്നതിൽ ഏതെങ്കിലുമൊക്കെ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യപ്പെടുന്നവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം. ഒപ്പം തന്നെ നിങ്ങളുടെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇതെല്ലാം മറക്കാതെ മടിക്കാതെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. കാരണം ഇതുവരെ എന്നെ എത്തിച്ചത് നിങ്ങൾ തന്നെയാണ്. ഇനിയും എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ തന്നെയാണ് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുക. ഇന്നത്തെ സെയിൽ വീഡിയോയിൽ കൂടുതലും നല്ല തൂമഞ്ഞ് പോലെ വെള്ള കളറിൽ നല്ല അട്രാക്ഷനുള്ള പൂക്കളുള്ള ചെടികളാണുള്ളത്. ഒന്ന് രണ്ട് വെറൈറ്റി ഇൻഡോർ പ്ലാന്റ്സും ഉണ്ട്. പ്ലാന്റ്സ് ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ DTDC വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും അതുപോലെ പെറ്റ് സർവീസിൻ്റെ വെഹിക്കിൾ വഴിയുമാണ് പ്ലാന്റ്സ് അയക്കുക. പേയ്മെൻറ്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേയും ഫോൺ പേയും ആണ് കേട്ടോ. ഇനി നമുക്ക് പ്ലാന്റ്സ് കണ്ടുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ. ആദ്യത്തെ പ്ലാന്റ് വരുന്നത് ബോഗൺവില്ലയിലെ ഹവായി വൈറ്റ് വെറൈറ്റിയാണ്. നമുക്ക് ഹാങ്ങിങ് പോട്ടിലോ അല്ലാണ്ട് സാധാ പോട്ടിലോ ഒക്കെ വളർത്താൻ പറ്റുന്ന ചെടിയാണ്. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 450 രൂപയാണ്. ഹവായി വൈറ്റ് മാത്രമല്ല, ഹവായി പർപ്പിളും നമുക്ക് അവൈലബിൾ ഉണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ചെടിയാണ്, പക്ഷേ വില അല്പം കൂടുതലുണ്ട്. വാങ്ങാൻ സാധിക്കുന്നവരൊക്കെ വാങ്ങാം കേട്ടോ. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നല്ല ചില്ലിന്ന് നിൽക്കുന്ന ചില്ലി ഐസ്ക്രീമാണ്. കുറച്ച് പ്ലാന്റേ ഉള്ളൂ. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 380 രൂപയാണ് കേട്ടോ. ചില്ലി ഐസ്ക്രീമിൻ്റെ പൂക്കൾ അറിയാലോ, നല്ല വൈറ്റ് കളറിൽ പിങ്ക് ഷെയ്ഡ് വരുന്ന നിറഞ്ഞു പൂക്കുന്ന ചെടിയാണ് കേട്ടോ. ഇനി വരുന്ന സുന്ദരി ഗ്രീൻ ആപ്പിളാണ്. നല്ല ഡാർക്ക് ഗ്രീൻ ഇലകളിൽ ഓഫ് വൈറ്റ് പൂക്കൾ നിറഞ്ഞു നിൽക്കുമ്പം എങ്ങനെയുണ്ടാവും കാണാനായിട്ട്. ഗ്രീൻ ആപ്പിളിൻ്റെ പൂക്കളുടെ ഇതിലുകൾക്ക് നല്ല വലിപ്പമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അത് കട്ട കുത്തി പൂക്കുകയും ചെയ്യും. ബോഗൺവില്ല പ്ലാന്റ്സ് എന്ന് പറയുന്നത് നല്ല വെയിലുള്ളിടത്താണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അധികം പൂക്കളുണ്ടാവും. ഇതൊരു പ്ലാന്റിന് 300 രൂപയാണ് കേട്ടോ. അടുത്ത പ്ലാന്റ് റോസ് ഡേയുടെ വൈറ്റ് ആണ്. റോസ് ഡേയുടെ യെല്ലോ, റെഡ്, പിങ്ക് ഇതെല്ലാം ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട്. വൈറ്റ് നമുക്ക് അങ്ങനെ അധികം കിട്ടാറില്ല. ഇത്തവണ നല്ല അടിപൊളി ചെടികളാണ് കിട്ടിയിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള ചെടികളുമാണ്. റോസ് ഡേയുടെ എല്ലാ കളർ വെറൈറ്റീസിൻ്റെയും പൂക്കളുടെ സ്ട്രക്ചർ സെയിം തന്നെയാണ്. മറ്റ് കളേഴ്സും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ഉണ്ട് കേട്ടോ. അതൊക്കെ എപ്പോഴും നമ്മൾ സെയിലിൽ ഇടാറുള്ള പ്ലാന്റ്സാണ്. ഇതൊരു പ്ലാന്റിന് 150 രൂപയാണ്. റോസ് ഡേ വൈറ്റ് ഇല്ലാത്തവരൊക്കെ വേഗം വാങ്ങുക. നമ്മുടെ അറേബ്യൻ ജാസ്മിൻ്റെ പൂക്കൾ കണ്ട കൊതി വരാത്ത ആരെങ്കിലും ഉണ്ടോ? ആരും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ സ്റ്റോക്ക് പുതിയതായിട്ട് വന്ന് കിട്ടിയിട്ടുണ്ട്. അറേബ്യൻ ജാസ്മിൻ എന്ന് പറയുന്നത് ആ പൂക്കളുടെ വലിപ്പം കൊണ്ടും അതുപോലെ അതിൻ്റെ സുഗന്ധം കൊണ്ടും ഒക്കെ ഇച്ചിരി സ്പെഷ്യലാണ്. പൂമൊട്ടുകൾ കണ്ട അങ്ങനെ ഉണ്ടച്ചിരിക്കും. മറ്റ് ജാസ്മിൻ്റെ മൊട്ടുകൾ പോലെയല്ല. ഒരു ചെടിക്ക് 100 രൂപയാണേ. അടുത്ത അടിപൊളി പ്ലാന്റ് എന്ന് പറയുന്നത് മാൻഡിവില്ലയുടെ വൈറ്റാണ്. നിറഞ്ഞ് വെള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെടി. ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റാണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത്. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 280 രൂപയാണ് കേട്ടോ. നമുക്കൊരു വള്ളിച്ചെടിയായിട്ട് ചട്ടിയിൽ നട്ട് എവിടെയെങ്കിലുമൊക്കെ പടർത്തി കയറ്റി വിടുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിക്ക് കുത്തി ആ ഒരു ചട്ടിയിൽ തന്നെ നിറച്ച് ഇങ്ങനെ ആക്കി നിർത്താനും നല്ല ഭംഗിയായിരിക്കും. മാൻഡിവില്ലയുടെ മറ്റേത് കളർ വെറൈറ്റീസിനേക്കാളും പെട്ടെന്ന് പിടിച്ച് കിട്ടി നിറഞ്ഞ് നമ്മുടെ കാലാവസ്ഥയിൽ പൂക്കണത് വൈറ്റായിട്ട് എനിക്ക് തോന്നിയേക്കണേ. പണ്ട് കാലം തുടങ്ങി നമ്മുടെ നാട്ടിൽ റാണിയെ പോലെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് ഈ ഗന്ധരാജൻ. ഇതിൻ്റെ സ്മെല്ല് ശരിക്കും നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന സ്മെല്ലാണ്. ശരിക്കും എന്താ പറയുക, നല്ല മയങ്ങി പോകുന്ന സ്മെല്ലാണ്. ഈയിടെയായിട്ട് ഗന്ധരാജനോട് എല്ലാവർക്കും ഭയങ്കര പ്രേമമെന്ന് തോന്നുന്നു. കാരണം ഒത്തിരി ഓർഡേഴ്സ് ഗന്ധരാജന് വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തൊന്ന് സെയിലിലിട്ടേക്കാം. ഒരു പ്ലാന്റിന് 100 രൂപയാണ് കേട്ടോ. ഒരു ബെസ്റ്റ് ഇൻഡോർ ഫ്ലവറിങ് പ്ലാന്റായിട്ട് നമുക്ക് വളർത്താവുന്ന ചെടിയാണ് പീസ് ലില്ലി. പീസ് ലില്ലിയുടെ നാടൻ വെറൈറ്റിയാണ് കേട്ടോ. ഇത് നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഇൻഡോർ ഏരിയയിലൊക്കെ ഈ ചെടി നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നല്ലൊരു എയർ പ്യൂരിഫയർ കൂടിയാണ്. എന്തുകൊണ്ടാണ് ഈ ചെടിക്ക് അങ്ങനെ ഒരു സമാധാന ചെടി എന്നുള്ള പേര് വന്നിരിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും ഈ ചെടി നമ്മൾ വീട്ടിൽ നട്ട് കഴിയുമ്പോൾ ഒരു സമാധാനമൊക്കെ ഉണ്ടാവട്ടെ. ഒരു പ്ലാന്റിന് 130 രൂപയാണ്. ചെടിയുടെ വില കേൾക്കുമ്പോൾ ഉള്ള സമാധാനം പോയി എന്ന് ആരും പറയല്ലേ. ടേബിൾ റോസിൻ്റെ 2 കളർ വെറൈറ്റീസ് ഉണ്ട് ഇന്ന് സെയിലിനായിട്ട്. അപ്പോൾ ഞാൻ പ്ലാന്റ് പർച്ചേസിങ്ങിന് പോയപ്പോൾ ഇതുപോലെ നിറഞ്ഞ തണ്ടുകളൊക്കെയുള്ള പ്ലാന്റ്സ് കണ്ടപ്പോൾ എന്നാൽ പിന്നെ 2 കളേഴ്സേ ഉള്ളൂവെങ്കിലും സെയിലിന് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇത് കിട്ടുന്നവർക്ക് അതിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള തണ്ടുകൾ അത്യാവശ്യം ഇതിനകത്തുണ്ട്. ഇതാണ് അടുത്ത കളർ. ഇതും നല്ല ഭംഗിയുള്ളൊരു കളറല്ലേ. ഇത് രണ്ടും ഓരോ പ്ലാന്റിന് റേറ്റ് വരുന്നത് 40 രൂപീസ് വെച്ചാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലേക്ക് ഈ ചെടീനെ 10 മണി ചെടി എന്ന് വിളിക്കുക. അലാം വെച്ച് 10 മണിക്ക് വിരിയണ ചെടി അത്. ഇനി നല്ല 2 അടിപൊളി ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ കാണിക്കുന്നത്. ഇതൊരു നല്ല വെറൈറ്റി ബാമ്പു ചെടിയാണ്. അതായത് കുറേ കാലം നിലനിൽക്കുന്ന ഒരു ബാമ്പു. കുറച്ച് പ്രകാശമൊക്കെ കിട്ടുന്ന ഇൻഡോർ സൈഡിൽ വെക്കാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ അധികം സൂര്യപ്രകാശം ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ വെക്കാം കേട്ടോ. മറ്റെല്ലാ ബാമ്പുവിനേക്കാളും ഒരു വെറൈറ്റി ലുക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ചെടി ഭയങ്കര കോസ്റ്റ്ലി ആണേ. അതുമാത്രമല്ല, ഇതിനൊരു പുതിയ ഇല വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നശിക്കില്ല, കുറേ കാലം എടുക്കും. ഒരു പ്ലാന്റിന് 90 രൂപയാണ്. ഇനി നമ്മുടെ ഒരു കുഞ്ഞൻ പാമ്പ് ടേബിളിൽ സെറ്റ് ചെയ്യാവുന്ന ടേബിൾ പാമ്പാണ് കേട്ടോ ഇത്.
ചെറിയ പോട്ടുകളിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് ഒത്തിരി സൈസായിട്ട് വളർന്നു പോകത്തില്ല. നല്ല ബുഷിയായിട്ട് നമ്മുടെ ടേബിളിൽ നല്ല പച്ചപ്പ് തന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കും. നമ്മുടെ വീട്ടിലെ ടേബിൾ മാത്രമല്ല, ഓഫീസ് ടേബിളുകൾ, അതുപോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഇടങ്ങളിലുള്ള ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റ് ബാമ്പു പ്ലാന്റ്സിനേക്കാളും കുറച്ചും കൂടെ ഗ്രേഡ് കൂടിയ ഇനമാണ്. അതുകൊണ്ട് തന്നെ 220 രൂപ റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ സെയിലിനുള്ള പ്ലാൻസ് എല്ലാം ഞാൻ കാണിച്ചു. ഒത്തിരി പ്ലാൻസ് ഉണ്ടായിരുന്നില്ല, കുറച്ച് പ്ലാൻസേ ഉള്ളൂ. പക്ഷേ ഉള്ള പ്ലാൻസൊക്കെ അത്യാവശ്യം നല്ല പ്ലാൻസായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പ്ലാൻസ് വേണ്ടവരൊക്കെ വേഗം വേഗം ഓർഡർ ചെയ്യുക കേട്ടോ. നിങ്ങൾ പ്ലാൻസ് റിസീവ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് എൻ്റെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തേക്കണേ. കിട്ടി ഒരാഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ പ്ലാൻസ് കേട് വന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ജീവനുള്ള ചെടികളാണ്. പല കാരണങ്ങൾ കൊണ്ട് ചെടികൾ നശിച്ചു പോകും. അതിനൊക്കെ നമ്മൾ റീപ്ലേസ്മെൻറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണേ. അതിന് കാരണം എന്താണെന്നുള്ളത് ഞാൻ പറയാണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. മാക്സിമം ചില സമയങ്ങളിലൊക്കെ നമുക്ക് നഷ്ടങ്ങൾ വന്നാൽ പോലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ പേ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കാനും അതുപോലെ അഡ്രസ്സ് അയക്കാനും ഒട്ടും മറക്കല്ലേ കേട്ടോ. ഇൻ കേസ് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്ത നമ്പറിൽ നിന്നല്ല വേറെ നമ്പറിൽ നിന്നാണ് പേയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേ ചെയ്യുന്ന നമ്പറിൽ നിന്ന് എനിക്ക് സ്ക്രീൻഷോട്ട് ഇടാൻ അങ്ങനെ ചെയ്യല്ലേ. നിങ്ങൾ ഏത് നമ്പറിലാണോ എന്നെ പ്ലാൻസിന് വേണ്ടി കോൺടാക്ട് ചെയ്തത് ആ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് തരണം കേട്ടോ. ഇനിയും എന്തൊക്കെയോ പറയാനുണ്ട്. അതൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ പറയാം. ഞാൻ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും പുതിയ വീഡിയോകളായിട്ട് തിരിച്ചെത്തും. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ഒപ്പം ഹെൽത്തി ആയിരിക്കുക. ലൈക്ക്, ഷെയർ, കമൻറ്റ് അതൊന്നും മറക്കല്ലേ. ബൈ ബൈ.